ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആക്ച്വലി 8ന്റെ അല്ല 16ന്റെ പണി കിട്ടിയിട്ട് ഞാനിപ്പോൾ നിൽക്കുകയാണ്. ഞാൻ ഈ വ്ളോഗ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനല്ല ഇരുന്നത്. ഞാനിതിന് പ്രോപ്പർ ഒരു ഇൻട്രോ എല്ലാം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് ഞാൻ കാണുന്നത് എൻ്റെ ഫോൺ സ്റ്റോറേജ് ഫുള്ളായിട്ട് ഞാൻ റാൻഡമായിട്ട് കുറേ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തായിരുന്നു. ആ കൂട്ടത്തിൽ ആ എടുത്ത ഇൻട്രോ വീഡിയോയും ആദ്യം ഫ്രണ്ടിൽ ഞാൻ കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു, അതെല്ലാം ഡിലീറ്റ് ആയിപ്പോയി. എന്താ അവസ്ഥയാന്ന് നോക്കണേ. അപ്പോൾ ഐ തോട്ട് വീഡിയോ എന്തായാലും ഇൻട്രോ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ഇങ്ങനെ തന്നെ ഞാനൊരു ഇൻട്രോ വീഡിയോ അങ്ങ് എടുത്തേക്കാന്ന് ഓർത്തു. ഇത് എൻ്റെ ഒരു കുവൈറ്റ് വ്ളോഗാണ്. എൻ്റെ കയ്യിലുള്ള വീഡിയോ ഒന്നും എനിക്ക് തോന്നുന്നു എൻ്റെ ഗാലറി കിടക്കുന്നത് ഇപ്പോൾ കുവൈറ്റിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ളത് മുതലാണ് എൻ്റെ കയ്യിൽ കിടക്കുന്നത്. സോ അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യാം. ഞാൻ കൊച്ചിയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. എന്ത് ചെയ്യുന്ന അവസ്ഥയാന്ന് നോക്കണേ. ഇന്ന് നൈറ്റ് ഞാൻ തിരിച്ച് കൊച്ചിയിലേക്ക് പോവുകയാണ്. അപ്പം കുറച്ചധികം വിശേഷങ്ങളുണ്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ. കുറേ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. സോ ടിൽ വീഡിയോ എൻഡ് ചെയ്യുന്ന വരെ എല്ലാം ഫുള്ളായിട്ടിരുന്ന് കാണുക. സോ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. സോ യെസ്, നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞാൻ 16ന്റെ പണി കിട്ടിയിട്ടിരിക്കുകയാണ്. എനിക്ക് ഇൻട്രോ വീഡിയോ ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആകുമ്പോഴും ഫ്ലൈറ്റിൽ വെച്ചുള്ള 1-2 വിഷ്വൽസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഡിലീറ്റ് ആയിപ്പോയി. അപ്പം ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ കുവൈറ്റ് എത്തി ഹോട്ടൽ റൂമിലെത്തി കയറുന്നത് മുതലാണ്. സോ നിങ്ങളതൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക. സോ യെസ് ഗൈസ്, ഞാനങ്ങനെ ഇവിടെ ഹോട്ടലിലെത്തി. ഇത്രയും നേരം വോയിസ് ഓവർ ആയിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. സോ ഒബ്വിയസ്ലി ബോർ അടിച്ചിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഹോട്ടലിൽ വന്ന് കയറിയതേ ഉള്ളൂ. എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. ഇവിടെ ഞാൻ വാഷ്റൂമിൽ നിൽക്കട്ടെ. ഇവിടെ കുറച്ചും കൂടെ ലൈറ്റ് ഉള്ളത്. ഞാൻ ഇവിടെ നോക്കണം, ഇവിടെ നോക്കണം, എവിടെ നോക്കണ്ടേ? ഇവിടെ നോക്കാനാന്ന് തോന്നുന്നു. ക്യാമറ വേണം അല്ലേ നോക്കാൻ? ഓക്കെ വൈസ്. അപ്പോൾ വോയിസ് ഓവറാണ് ഞാൻ ഇത്രയും നേരം കൊടുത്തത്. ബിക്കോസ് എൻ്റെ സിറ്റുവേഷൻ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ ലൈക്ക് ഡയറക്റ്റ് സ്പീക്ക് ക്യാമറ ഓൺ ചെയ്ത് ഇങ്ങനെ പിടിച്ച് സംസാരിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്തത്. എന്നെ കൊണ്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന വീഡിയോസൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നാ, ഇനിയിപ്പോൾ കിടന്നൊന്ന് ഉറങ്ങണം, രാവിലെ എണീക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇവിടെ രാവിലെ 6:30 to 10:30 ആണ് ബ്രേക്ക്ഫാസ്റ്റ് ടൈം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എണീക്കണം. ഇപ്പോൾ ഇവിടെ ടൈം ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ, ഇവിടെ സമയം എത്രയാണ്? അയ്യോ, ഒന്നും കാണുന്നില്ലേ ഇവിടെ? ഇപ്പം സമയം എത്രയാ? എനിക്കിപ്പോൾ ഫോണിൻ്റെ അകത്ത് ഇങ്ങനെ കാണാൻ പറ്റുന്നില്ല. ഒരു മിനിറ്റ്. ഇവിടെ ഇപ്പം 1:15 നാട്ടിലെ 3:45 ടൈമാണ് വരുന്നത്. സോ ഇനിയിപ്പോൾ ഒന്ന് മാറി കിടക്കണം. നാളെ പുറത്ത് പോകുന്നുണ്ട് ഞാൻ. പിന്നെ എല്ലാവരോടും ഒരു ബിഗ് സോറി, ബിക്കോസ് എനിക്ക് വീഡിയോസ് ഒന്നും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നില്ല. എനിക്കറിയാം, ഫ്ലൈറ്റ്സ് ഒക്കെ ആയിട്ട് മടിയാണ് സത്യം പറഞ്ഞാൽ. സോ അത് കാരണമാണ്. ഞാൻ വീണ്ടും സ്ക്രീനിലേക്കാട്ടോ നോക്കുന്നത്. ഇവിടെ വേണം നോക്കാൻ. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ എൻ്റെ കൂടെ എൻ്റെ ലീഡാണ് റൂം ഷെയർ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ നാളെ പുറത്തൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു മോളുണ്ട്. ലാസ്റ്റ് ടൈം ഞാൻ കുവൈറ്റ് വന്നപ്പോൾ എനിക്ക് ആ മോളിലൊന്നും പോകാൻ പറ്റിയില്ല. ഞാൻ ഇതിൻ്റെ ബാക്കിൽ ഒരു ചെറിയൊരു മാർക്കറ്റ് ഉണ്ട്, അവിടെയാണ് ഞാൻ പോയത്. ബട്ട് അന്ന് ഞാൻ വ്ളോഗൊന്നും ഷൂട്ട് ചെയ്തില്ല. സോ ഇതൊരു ലോങ് വീഡിയോ ആയിരിക്കും. സോ ഇതെൻ്റെ കുവൈറ്റ് വ്ളോഗാണ് ഗൈസ്. നിങ്ങളിത് ഫുള്ള് കാണണം. പിന്നെ എന്നാ, ഞാനിപ്പം യൂണിഫോം ഒക്കെ ഒന്ന് മാറ്റട്ടെ. ഇതൊന്നും ഞാൻ മാറ്റില്ല, ഞാൻ വന്ന് കയറിയതേ ഉള്ളൂ. സോ ഇതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ഫ്രഷ് ആവണം, എന്നിട്ട് കാണാം. ഓക്കെ. ഞാൻ അഡാപ്റ്റർ വാങ്ങി ഫോൺ ചാർജ് ചെയ്യണം. എൻ്റെ ഫോണിലാക്കൂടെ 20% ഉള്ളൂ ചാർജ്. ഇതിൻ്റെ ബാക്കിൽ ചാർജ് ചെയ്യും. അപ്പോൾ എനിക്ക് ബെഡിലേക്ക് ഞാനിവിടെ കിടക്കുമ്പോൾ എനിക്ക് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാമല്ലോ. ഏത് അപ്പം ഞാൻ ഫോൺ ഇവിടെ ചാർജ് ചെയ്യാൻ ഇട്ടു. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? അതെ, ചാർജ് ചെയ്യാൻ ഇട്ടു. ഞാൻ അങ്ങനെ ID കാർഡും ഇതൊക്കെ ഊരി എൻ്റെ കൂടെയുള്ള ആൾ വാഷ്റൂം യൂസ് ചെയ്യുക. അപ്പം ഞാൻ വീണ്ടും ഇവിടെയാണ് നോക്കുന്നത്. ഇവിടെയല്ല, അവിടെയല്ലേ നോക്കണ്ടേ? ഓക്കെ. അപ്പോൾ ആളിറങ്ങിയിട്ട് വേണം എനിക്കൊന്ന് കയറി ഫ്രഷ് ആവാൻ, എന്നിട്ട് എന്താ പറയുക, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ. അങ്ങനെ ഇരിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞത് ഞാൻ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിൽ ട്രാൻസിഷന് വേണ്ടി ഫോണൊക്കെ ഇങ്ങനെ കവർ ചെയ്തു. ഒന്നും നടന്നില്ല ഗൈസ്. അപ്പോഴേക്കും ഞാൻ വിളിച്ച് പറഞ്ഞ അഡാപ്റ്ററും കൊണ്ട് ആൾ വന്നത്. അപ്പം ഞാൻ അത് വാങ്ങാക്കിയിട്ട് പോയി. അങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഞാനിവിടെ കുവൈറ്റിൽ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. സോ
എനിക്ക് അത്ര വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും തോന്നുന്നില്ല. പിന്നെ ആ മോളിലൊന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. അത് ഞാൻ മോളിനെ പറ്റി കുറേ കേട്ടിട്ടുണ്ട് കേട്ടോ. അതായത് ഭയങ്കര വലിയ മോളോ, നമ്മൾ എത്ര നടന്നാലും തീരത്തില്ല എന്ന്. പിന്നെ ഇവിടുന്ന് ഈ ഹോട്ടലിൽ നിന്ന് ഷട്ടിൽ സർവീസ് ഉണ്ട്. അല്ല 12 മണിയാകുമ്പോൾ ഈ ഹോട്ടലിൽ നിന്ന് ഡയറക്റ്റ് ബസ്സുണ്ട് ആ മോളിലേക്ക്. വൈകിട്ട് 4 മണിക്ക് തിരിച്ച് മോളിൽ നിന്ന് തിരിച്ചിങ്ങോട്ടും ഉണ്ട്. അപ്പോൾ അങ്ങനെ വരാനാണ് പ്ലാൻ. പോകാനും വരാനും ഒക്കെയാണ് പ്ലാൻ. അപ്പം നോക്കണം എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഐ മീൻ പോകണം, അവിടെ ചെന്നിട്ട് എന്താ വാങ്ങണ്ടേ എന്താ അങ്ങനെ ഐഡിയ ഒന്നുമില്ല. സോ ലെറ്റ്സ് അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അവളിതേ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഇപ്പം ഞാൻ കയറാൻ പോവാണ്. ഞാൻ കയറിയിട്ട് കാണാം. ഓക്കെ, ബൈ. സോ യെസ്, ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, ഒന്ന് ഫ്രഷായി. ഇനിയിപ്പോൾ ഒന്ന് കിടന്നുറങ്ങണം. ഭയങ്കര ടയേർഡാണ്. കിടന്നുറങ്ങിയിട്ട് ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ എണീക്കാനാണ് പ്ലാൻ. 9 മണിക്ക് എണീക്കുമെന്ന് തമ്പുരാനറിയാം. അലാറം വെക്കും. കാര്യം 12 മണിക്ക് ഇവിടുന്ന് ബസ്സുണ്ട്. അപ്പോൾ 10:30 വരെ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ 10:30 മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അത് കഴിഞ്ഞൊന്ന് വന്ന് റെഡി ആയിട്ട് വേണം മുകളിലേക്ക് പോകാൻ. അപ്പം 9 മണിക്ക് തന്നെ എണീക്കണം. പിന്നെ ഇവിടെ സമയം 1:30യോ 2 മണിയോ അങ്ങനെ എന്തോ. 1:30 അല്ലല്ലോ, 2 മണി അങ്ങനെ എന്തോ ആയിട്ടേ ഉള്ളൂ. എനിക്കിങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റത്തില്ല. നേരത്തെ ഫോൺ എടുത്തപ്പോൾ 2 മണി അങ്ങനെ എന്തോ ഞാൻ കണ്ടത്. സോ യെസ്, അങ്ങനെ ഞാൻ എന്താ പറയുമ്പോൾ ഞാൻ മറന്നുപോയി. അപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്തിട്ട് കിടന്നുറങ്ങണം. ഇപ്പം എന്തായാലും കിടന്നുറങ്ങും. ഉറങ്ങിയിട്ട് നാളെ രാവിലെ എണീറ്റിട്ട് ഈ പറഞ്ഞ പോലെ 9 മണിക്ക് എണീക്കണമെന്നുണ്ട്. ഒന്ന് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എല്ലാം പോകണം. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല കേട്ടോ. കഴിഞ്ഞ വട്ടം ഞാൻ വന്നപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നല്ല നല്ല ഫുഡായിരുന്നു. അപ്പോൾ എംബ്രിഡ്ജ് ക്രൂ ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. എംബ്രിഡ്ജ് ക്രൂവിനെയൊക്കെ ഞാനിങ്ങനെ കണ്ടു. അപ്പോൾ നല്ല ഫുഡും നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷെ ഞാൻ ഇത്തവണ വന്നപ്പോഴത്തേക്ക് റിസപ്ഷനിലിരുന്ന ആ പുള്ളിക്കാരൻ പറഞ്ഞു ഇനി മുതൽ റിസപ്ഷൻ ഫുഡ് ലോഞ്ച് മേളിലാക്കിയെന്ന്. സാധാരണ ഗ്രൗണ്ട് ഫ്ലോർ ആയിരുന്നു, ഗ്രൗണ്ട് ഫ്ലോർ താഴത്തെ ബേസ്മെൻറ്റ് അങ്ങനെ എന്തോ ആയിരുന്നു. ഇപ്പം മേളിലേക്ക് ആക്കിയെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പം ആ ഏരിയ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഇതിന് മുന്നേ പോയിട്ടുള്ളത് നല്ല ഭംഗിയായിരുന്നു. എൻ്റെ കയ്യിൽ അതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ഇതിന് മുന്നേ കുവൈറ്റിൽ ഇവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഫുഡിൻ്റെ അവർ സെർവ് ചെയ്യുന്ന ഏരിയ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പം ഞാൻ കിടന്നുറങ്ങട്ടെ. എൻ്റെ കണ്ണൊക്കെ കണ്ടോ ചത്തിരിക്കുന്നു. നിങ്ങൾ കണ്ടോ ഭയങ്കര ഡാർക്ക് സർക്കിൾസ് ഒക്കെ അടിച്ച്. ഉറക്കം ശരിയാവാഞ്ഞിട്ടാണ് ഞാൻ ഈ ഫ്ലൈറ്റിന് വരുന്നതിന് മുന്നേ കിടന്നുറങ്ങാന്നൊക്കെ ഓർത്തേ. പക്ഷെ ഒന്നും നടന്നില്ല. അങ്ങനെ ഇനിയിപ്പോൾ കിടന്നുറങ്ങണം. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നാളെ രാവിലെ കാണാം. അപ്പോൾ ഓക്കെ ഗൈസ്, ഗുഡ് നൈറ്റ്, ബൈ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാനങ്ങനെ എണീറ്റു. എൻ്റെ സൗണ്ടൊക്കെ വല്ലാണ്ടിരിക്കുക. എനിക്ക് കോൾഡ് അടിച്ചായിരുന്നു ഓൾറെഡി. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. 9 മണിക്ക് എണീക്കണമെന്ന് തോന്നുന്നു. ഇപ്പോൾ 9:30 ആയി. സോ എൻ്റെ റൂംമേറ്റ് ഓൾറെഡി എനിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പം നമുക്ക് സമയമില്ല വേസ്റ്റ് ചെയ്യാൻ. നമുക്ക് പോയി ഫ്രഷായിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫുഡ് കഴിക്കാൻ പോകും. സോ യെസ്, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇപ്പം തന്നെ ലേറ്റായി. ഞങ്ങൾ രണ്ടുപേരും റെഡിയായി. ഇനിയിപ്പോൾ പോകണം, ഫുഡ് കഴിക്കണം. ഫുഡും തീർന്നിട്ടില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. 9 മണിക്ക് എണീക്കണമെന്ന് ഓർത്തേ. ബട്ട് ഭയങ്കര ടയർഡായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ പോയി വല്ലതും ഫുഡ് കഴിച്ചിട്ട് വേണം വന്നിട്ട് ഫ്രഷായിട്ട് പുറത്ത് പോകാൻ. അപ്പോൾ നോക്കണം. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം കാര്യങ്ങൾ. ഞാൻ താഴത്തെ എവിടെയാണ് ഫുഡ് കഴിക്കുന്നതെന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ യൂഷ്വലി കഴിക്കുന്ന സ്ഥലമല്ല ഇപ്പം എന്ന് തോന്നുന്നു. ലാസ്റ്റ് മന്ത് ഞാൻ വന്നപ്പോൾ നല്ല അടിപൊളി ഒരു വൈബുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ എന്തായാലും നോക്കാം. ഓക്കെ. പിന്നെ എൻ്റെ കയ്യിൽ മൈക്കൊന്നുമില്ല. ഞാൻ ഹെഡ്സെറ്റാണ് വെച്ചേക്കുന്നത്. ഇതിൽ എത്ര നോയ്സ് ക്യാൻസലേഷൻ വരുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പം എക്സ്ക്യൂസ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാം. ലിഫ്റ്റ് വന്നു. Which floor? They told it's upstairs. Like ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഞാൻ ഈ വഴിയല്ല എടുത്തത്. ഞാൻ ലിഫ്റ്റാണ് എടുത്തിട്ടുണ്ടായത്. അപ്പോൾ അവർ പറഞ്ഞു ഈ വഴി പോയാൽ മതിയെന്ന്. യെസ്, നമ്മളിപ്പോൾ ഇവിടെ എത്തി ഗൈസ്.
ഞാൻ സൂഷിയൊക്കെ എടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ഇതൊക്കെ ഇത് ബ്ലൂ ചീസ്, ഇത് എന്താണ് പോച്ച് ഷ്രിംപ്, ഇത് സോൾട്ടഡ് ബട്ടർ, ഇത് ഹൈ ഫാറ്റ് ആണോ ലോ ഫാറ്റ് കേർഡ്, ഇതൊക്കെ ചീസാണ്. ഇത് പാൻ കേക്ക്, ഇത് കൈൻഡ് ഓഫ് പിസ്സ അല്ല ബട്ട് കൈൻഡ് ഓഫ് പിസ്സ. അങ്ങനെ ഇതിൻ്റെ അടിയിൽ ചിക്കൻ സോസേജ് ഉണ്ട്. ദിസ് ഇസ് ഓറഞ്ച് ജ്യൂസ്. ആൻഡ് ഇവിടെ സാജ് എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, അതാണത്. ഇതൊക്കെ കഴിച്ച് നോക്കണം ഇനി. അവളും ഫുഡൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. സോ ദിസ് ഇസ് ദി ഏരിയ. സോ ലെറ്റ്സ് സീ. സൂഷി കഴിക്കാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ബിക്കോസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര വൈറലായിരുന്നല്ലോ സൂഷി. അപ്പോൾ എന്തായാലും ഒന്ന് കഴിച്ച് നോക്കാൻ ഓർത്തു. അതങ്ങനെ എടുത്തത്. സോ ലെറ്റ്സ് സീ. സൂഷി കഴിച്ചു നോക്കാം. എങ്ങനെ ഇരിക്കും എന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ലെറ്റ്സ് ടേസ്റ്റ്. I knew that. I have tasted it once. Everything is done. I just gulp it. You just can't then go. Washroom होगा ना कहीं तो. और taste it. Oh, I didn't see that. So sorry. Very tasty. Please don't try. taste. ഓക്കെ, ഇത് പോച്ച് ഷ്രിംപ് ആണ്. ഇതിൻ്റെ ടേസ്റ്റ് ഇനി എന്താണെന്ന് എനിക്കറിയത്തില്ല. അതും കൊണ്ടൊന്ന് കഴിച്ചു നോക്കാം. Have you tried this before? This is raw. So if you like it, then you can have it. Okay. But still I don't want it. It's better than sushi, but still. അത് raw ആണ് കേട്ടോ. അതാ നമുക്ക് നമ്മുടെ പാൻ കേക്കും ഓറഞ്ച് ജ്യൂസും. So on this, you can just squeeze the lemon. I don't want. They'll have a salted butter, okay? ആ ടേസ്റ്റ് ഒന്ന് മാറും വായിൽ. ഇതിവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്, സാജ് എന്ന് പറയും. അപ്പം ഞാനതൊന്ന് ട്രൈ ചെയ്യാൻ പോവാം. ലെറ്റ്സ് സീ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. കൊള്ളായിരിക്കുമോ കൊള്ളത്തില്ലേ ഒന്നും എനിക്ക് അറിയത്തില്ല. സോ ലെറ്റ്സ് സീ. ഇതെന്തോ ഇതിൻ്റെ ഫില്ലിംഗ് വരുന്ന ചീസാണ്, പിന്നെ ഒനിയൻ, ടൊമാറ്റോ, അങ്ങനെ എന്തൊക്കെയുണ്ട്. ദാറ്റ്സ് ഇറ്റ്. എന്നാലും ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഇരിക്കും എന്ന്. ലെറ്റ്സ് സീ. मैं बात करूँगी फिर. एंजाइटी अटैक्स आता है उसको. पागल है वो. सुनाया था मैंने इसको अच्छे से. ओके. जब कौशल को धमका रही थी. Not that great. ഞാൻ ഒരു കുറച്ച് ഓറഞ്ച് ജ്യൂസ് കുടിച്ചു, മാറ്റി അടുത്ത ഗ്ലാസ് എടുത്തു. എനിക്ക് ഓറഞ്ച് ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ എടുക്കുക. ഞാൻ മിക്കവാറും ഇത് കഴിക്കത്തില്ല. അത്യാവശ്യം നന്നായിട്ട് കഴിച്ചു. ഇനിയിപ്പോൾ റൂമിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ആവണം, ഒരുങ്ങണം, പോകണം. പിന്നെ 10:30 11 എന്തോ അടുത്താവാറായി. 12 ഷട്ടിൽ സർവീസ് ഉണ്ടല്ലോ, പിന്നെ റൂമിൽ വെച്ച് കാണാം. സോ യെസ്, ഞാനിവിടെ റൂമിലെത്തി. ഇനി എനിക്ക് റെഡി ആവണം. ഞാനിവിടെ
ഞാൻ 2-3 ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാണെന്നറിയത്തില്ല. അവിടെ ആ മോളിൻ്റെ അകം കുറച്ച് നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 2-3 ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അത് ഓരോന്നായിട്ട് ട്രൈ ചെയ്തൊക്കെ നോക്കണം. എന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഏതാണോ അതായിരിക്കും ഞാൻ ഇടുന്നത്. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പം ഇപ്പം എനിക്ക് ടൈമില്ല. 11 മണിയായി. 12 മണിക്ക് ബസ് വരും. അപ്പം റെഡിയാവാൻ കയറണം. അപ്പം ഞാൻ റെഡിയായിട്ട് കാണാം. ഓക്കെ. എനിക്കൊന്ന് ബിറ്റ്വീൻ എൻ്റെ കൂടെ ഫസ്റ്റ് ഓഫീസർ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാനും ഇവളും മാത്രമല്ല, ഫസ്റ്റ് ഓഫീസറും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്കത് കാര്യത്തിൽ ഉറപ്പില്ല. ഉണ്ടെങ്കിൽ അവരെയൊക്കെ കാണാം. ഇപ്പം ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പോലും ഐഫോൺ സ്റ്റോറേജ് ഫുള്ളെന്നും പറഞ്ഞു വന്നു. ഞാൻ പറഞ്ഞു എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ല. ഞാൻ ഓരോ ആപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് ഇപ്പം എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തൊരു കഷ്ടമെന്ന് നോക്കണേ. അപ്പോൾ എന്തായാലും ഞാൻ റെഡി ആവട്ടെ. ഇപ്പം ഞാൻ ഇട്ടിരുന്ന ഔട്ട്ഫിറ്റ് ചെയ്താട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ വട്ടം ഇതേപോലെ ഇവിടെ കുവൈറ്റ് വന്നപ്പോൾ വാങ്ങിച്ച ഔട്ട്ഫിറ്റാണ്. ഇത് മാക്സിന്ന് ഞാൻ എടുത്ത ഔട്ട്ഫിറ്റാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തത് ഞാൻ ബർക്കൻ സ്റ്റോക്കിൽ വാങ്ങിച്ച ചെരുപ്പില്ലേ, അതാണ് ഞാൻ പെയർ ചെയ്തത്. അത്രയൊക്കെ ഉള്ളൂ. ഞാനെങ്കിപ്പോൾ ഇനി റെഡി ആയിട്ട് കാണാം. ഓക്കെ. സോ ഞാൻ റെഡിയായി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ ഔട്ട്ഫിറ്റ് മാറ്റിയില്ല, ഇത് തന്നെ എടുത്തു. ഞാനൊരു സൺഗ്ലാസ് എടുത്തു. പിന്നെ എൻ്റെ ഈ ബാഗ് ഞാൻ മസ്കറ്റിൽ നിന്ന് വാങ്ങിച്ച കേട്ടോ. ഈ ബാഗ് എടുത്തു. ആൻഡ് ഞാൻ ഹീൽസാണ് ഇട്ടത്. ചിലപ്പോൾ ഞാൻ ഹീൽസ് മാറ്റാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ഇട്ടപ്പോൾ ഈ ഹീൽസാണ് ഇഷ്ടപ്പെട്ടത്. ചിലപ്പോൾ ഞാൻ എൻ്റെ നേരത്തെ ബർക്കൻ സ്റ്റോക്കിൻ്റെ ചെരുപ്പ് തന്നെ ഇടും. ചിലപ്പോൾ ചാൻസസ് ഉണ്ട്. കാര്യം ഒരുപാട് നടക്കാനുണ്ടല്ലോ മോളിൽ. അപ്പം കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കണം. പിന്നെ ഞാൻ ഇതിട്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പം ഔട്ട്ഫിറ്റ് മൊത്തത്തിൽ നന്നായിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പം 11:45 അങ്ങനെ എന്തോ ആയി. ഞങ്ങളൊരു 11:55 ആകുമ്പോൾ താഴത്തേക്ക് പോകും. ബിക്കോസ് ഇവിടെ ഷാർപ്പാണ്. 12 എന്ന് പറഞ്ഞാൽ 12 തന്നെ ബസ് എടുക്കും. സോ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. സോ വിൽ ഗോ ബൈ 11:55. അങ്ങനെ ഇരിക്കുന്നു. പിന്നെന്താ, ഇനി ബസ്സിലേക്ക് പോകുമ്പോൾ കാണാം. ഫസ്റ്റ് ഓഫീസർ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഫസ്റ്റ് ഓഫീസർ കമ്മിങ് വിത്ത് us? മേ ബി ചിലപ്പോൾ പുള്ളിക്കാരൻ കാണും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ പോണിറ്റെയിൽ ആണ് കെട്ടി. ഞാൻ അഴിച്ചിടാൻ നോർത്തു. പിന്നെ ഞാൻ ഓർത്ത് വേണ്ട, ഓൾറെഡി ഡ്രസ്സിൻ്റെ നെക്ക് ഓൾറെഡി കയറിയിട്ടാക്കും. മുടി കെട്ടി വെക്കുന്നതായിരിക്കും ഭംഗിയും തോന്നി. അപ്പോൾ ഞാനിങ്ങനെ റെഡിയായി. ഇപ്പം ഞാൻ ഓൾറെഡി റെഡിയാണ്. അവൾ ഇനിയിപ്പോൾ റെഡി ആവണം. അവൾ കഴിയാറായി. പിന്നെ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം. ഞങ്ങളപ്പോൾ താഴെ എത്തിയപ്പോഴേക്കും ഓൾറെഡി വാൻ അവിടെ കിടപ്പുണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. ഇൻഡിഗോ, എനിക്ക് തോന്നുന്നു ഇൻഡിഗോ ക്രൂ ഫുൾ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. ഒരു ഇൻഡിഗോ ട്രിപ്പ് കൊണ്ടുപോയ ഒരു ഫീലായിരുന്നു സത്യം പറഞ്ഞാൽ. ആ ക്യാബിൻ്റെ അകത്ത് കയറിയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ കയറി കഴിഞ്ഞപ്പോൾ വാൻ എടുത്തു. ഞങ്ങൾ ലാസ്റ്റ് മിനിറ്റാണ് വന്നത്. ലേറ്റായി സത്യം പറഞ്ഞാൽ റൂമിൽ നിന്ന് ഇറങ്ങിയത്. ഞങ്ങൾ വന്ന് വാനിൻ്റെ അകത്ത് കയറിയപ്പോഴേക്കും സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കിട്ടിയ സീറ്റിലൊക്കെയാണ് ഇരുന്നത്. അങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിരിക്കുമായിരുന്നു. ഇന്നലെ രാത്രിയാണല്ലോ ഞങ്ങൾ കുവൈറ്റിലെത്തിയത്. അപ്പം ഒരുപാട് നമുക്ക് കാഴ്ചയൊന്നും കാണാൻ പറ്റിയില്ല. അപ്പം ഇതിപ്പോൾ രാവിലെ ആയതുകൊണ്ട് നമുക്ക് കാഴ്ചയൊക്കെ കണ്ടിരിക്കാൻ പറ്റി. ഇതായിരുന്നു മോളിൻ്റെ ഒരു സൈഡാണത്. ഭയങ്കര വലിയ മോളായിരുന്നു. ഞാൻ കേട്ട പ്രതീക്ഷ പോലെ തന്നെ നല്ല മോളായിരുന്നു. ഭയങ്കര വലുതായിരുന്നു. ജസ്റ്റ് ഒരു ഫ്ലോർ മാത്രമേ ഞങ്ങൾക്കൊന്ന്, അതും ആ ഒരു ഫ്ലോർ ഞങ്ങൾക്ക് കണ്ടു തീർക്കാൻ കൂടെ പറ്റിയില്ല, അത്രയും നേരം നിന്നിട്ട്. സോ ഒരു ഫ്ലോറിൻ്റെ പകുതിയെ ഞങ്ങൾക്ക് കണ്ടു തീർക്കാൻ പറ്റിയുള്ളൂ. എൻ്റെ പൊന്നെ, ഇവിടെ ചൂടെന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ, ഭയങ്കര ചൂട്. ഞാൻ ഇവിടെ മുകളിലെത്തി. ഇപ്പം ഞാൻ ഹെഡ്സെറ്റ് വെച്ചിട്ടില്ല. അപ്പോൾ വോയിസ് എന്തായാലും കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഭയങ്കര ചൂട് കാറ്റ്. പൊന്നെ. സോ യെസ്, ആ ബസ് ഫുൾ ഇൻഡിഗോ ക്രൂ. ഇൻഡിഗോ എവിടെ ട്രിപ്പ് കൊണ്ടുപോയ ഫീലായിരുന്നു. കയറി കഴിഞ്ഞിട്ട് പൈലറ്റ്സും ഫസ്റ്റ് ഓഫീസേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നു. സോ ഇതാണ് ആ പറഞ്ഞ വലിയ മോള്. ഇവിടെ കുറേ ഹൈ എൻഡ് ബ്രാൻഡൊക്കെ കിട്ടുന്ന ഷോപ്സാണ് കൂടുതലും ഉള്ളത്. സോ നമുക്ക് അവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഹൈ എൻഡ് ബ്രാൻഡ്സ് ആയതുകൊണ്ട്. സോ യെസ്, ഇവിടെ കൂടുതൽ ഹൈ എൻഡ് ബ്രാൻഡ്സൊക്കെ കൂടുതലുള്ള ഒരു ഏരിയ തന്നെയുണ്ട്. നമ്മളപ്പോൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ബിക്കോസ് നമ്മൾ പോയിട്ട് കാര്യമില്ല, നമ്മളതൊന്നും വാങ്ങാൻ പോകുന്നില്ലല്ലോ ഏത്. അപ്പോൾ എൻ്റെ വോയിസ് എത്രത്തോളം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. കാര്യം ഹെഡ്സെറ്റാണ്, മൈക്കില്ല. അപ്പോൾ കൊള്ളാം. എനിക്കൊന്ന് ദുബായ്
ഞാൻ ഇങ്ങനെ എല്ലാവരും ഭയങ്കര വലിയ മോളാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ദുബായ് മോളിനെക്കാട്ടിലും വലുതാണോ. അപ്പോൾ മോസ്റ്റ് ഓഫ് ദം ടോൾ മീ ദാറ്റ് യെസ് കൈൻഡ് ഓഫ് എന്നാണ് പറഞ്ഞത്. സോ നോക്കാം. വാവ്, H&M. വിൽ ഗോ സീ. സോ ഞങ്ങൾ H&M കയറാൻ പോവാണ്. എനിക്ക് എന്തായാലും കുറച്ച് ക്ലോത്ത്സ് എടുത്താൽ കൊള്ളാമെന്നുണ്ട്. നോക്കാം. ഞാനിവിടെ വന്ന് നോക്കിയിട്ട് എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. നല്ല നല്ല ടോപ്പുണ്ട്, പക്ഷെ എനിക്കിഷ്ടപ്പെടുന്നതിനൊന്നും സ്ലീവ് കാണത്തില്ല. എനിക്കിഷ്ടപ്പെടുന്നതിനൊന്നും സ്ലീവ് കാണത്തില്ല. എനിക്കിഷ്ടപ്പെടാത്തതിനൊക്കെ സ്ലീവും ഉണ്ട്. ഈ സ്ലീവ് ഇല്ലാത്ത എടുക്കുന്ന കുഴപ്പമുണ്ടായിട്ടില്ല, പക്ഷെ പിന്നെ അതിനകത്തിടാൻ വേറെയൊക്കെ എടുക്കാൻ നിൽക്കണം. അപ്പം ചടങ്ങാണ്. ഇങ്ങനത്തെ ഹുഡി ടൈപ്പൊക്കെ ഉണ്ട്, പക്ഷെ നമ്മുടെ നാട്ടിലെ വെതറിന് ഇതൊന്നും ഇടാൻ പറ്റത്തില്ലല്ലോ. സോ ഞാൻ എടുക്കണം. പിന്നെ എനിക്കൊരു ഹാൻഡ് ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, പക്ഷെ ഭയങ്കര റേറ്റ്. യു ഗോ ട്രൈ, വെൽക്കം. The fitting room here is closed. നമ്മുടെ നാട്ടിലെ വെതറിന് അതൊന്നും പറ്റത്തില്ല. പിന്നെ എനിക്കൊരു ബാഗ് കൊണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആ ബാഗ് നോക്കിയപ്പോൾ പൊട്ടിക്കത്ത വില. സോ നല്ല രസമുണ്ട്, ഭയങ്കര ക്യൂട്ടായിട്ട്. പക്ഷേ 6 KD അതിനുള്ളതില്ല. ലെറ്റ്സ് സീ. നോക്കട്ടെ. ഞാനിങ്ങനെ നോക്കി നടക്കാം. എന്തെങ്കിലുമൊക്കെ എടുക്കുകയാണ് ഞാൻ കാണിച്ചത്. ഇവിടെ അങ്ങനെ ഞങ്ങൾ ജീൻസ് സെക്ഷനിൽ വന്നു. ഇതാണ് അവരുടെ ഫിറ്റിംഗ് റൂം. ജീൻസ് ഒന്നും എടുക്കാൻ എനിക്ക് താല്പര്യമില്ല, ബിക്കോസ് ഞാനിപ്പം ഈ ഇടയ്ക്ക് ഒരെണ്ണം എടുത്തതേ ഉള്ളൂ. സോ ജീൻസ് ഒന്നും വേണ്ട. എനിക്കിപ്പോൾ കുറച്ചും കൂടെ ഒബ്സർവേഷൻ വന്നേക്കുന്നത് ലോങ് ഇങ്ങനത്തെ ഡ്രസ്സില്ലേ, അതിനോടാണ് എനിക്കിപ്പോൾ ഒരു താല്പര്യം ഇപ്പോൾ വന്ന്. സോ ലെറ്റ്സ് സീ. അങ്ങനെ എന്തെങ്കിലും എനിക്ക് കിട്ടുമോ എന്ന് നോക്കട്ടെ. കിട്ടുമെങ്കിൽ അതെടുക്കാം. അതാണ് പ്ലാൻ. നേരത്തെ ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു ബാഗ് കൊണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന്. ആ ബാഗ് ഞാൻ കാണിച്ചു തരാം. ആ ഡ്രസ്സില്ലേ, സീ എന്ത് ക്ലാസ്സിയാ നോക്കിക്കാൻ. എൻ്റെ മെറ്റീരിയലും കണ്ടോ, പക്ഷെ ഭയങ്കര റേറ്റ്. നമ്മുടെ കൊച്ചി H&Mലൊന്നും ഞാൻ ഇങ്ങനത്തെ കളക്ഷൻസ് ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. No, I don't want to purchase anything. So yes, അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ ഒന്നും എടുത്തിട്ടില്ല. എനിക്ക് ഒരു ഡ്രസ്സ് കണ്ട് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഞാൻ എടുത്തില്ല. വേറെ കടയിൽ പോയി നോക്കാം. അവിടെ ഒന്നും കിട്ടിയില്ലെങ്കിൽ തിരിച്ചിവിടെ തന്നെ വരാം എന്നോർത്തു. സോ ഞാൻ എടുത്തില്ല. Wow, you're fabulous. Yes, I know that. എനിക്കറിയാം. അയ്യോ, ഇവിടെ നിന്ന് ഇറങ്ങുക. H&M ഞങ്ങൾ ഇറങ്ങാം. ഇനി ഇങ്ങനെ നടന്നിട്ട് ഏതെങ്കിലും സ്ഥലം കാണുവാണെങ്കിൽ കയറിയിട്ട് കൊള്ളാവുന്ന എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ വാങ്ങിയിട്ട് പോവും. സോ യാ, ദാറ്റ്സ് ഇറ്റ്. അതാണ് പ്ലാൻ. എനിക്ക് കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കണം. അതാണ് മെയിൻ പ്ലാൻ. ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. സോ ഞങ്ങളിത് കാരിഫോണിൽ കയറാൻ വേണ്ടി പോവാണ്. ഇറ്റ്സ് ഹ്യൂജ്. It's huge. Entry कहाँ से मिलेगा? From here. Yeah. कितना बड़ा trolley है? ഞങ്ങൾ ട്രോളി ഒക്കെ എടുത്തിട്ടുണ്ട്. I don't know why. इतना बड़ा नहीं चाहिए मुझे. But still we can take. ഇവിടെ വന്നപ്പോൾ ഞാൻ എൻ്റെ ഫേവറേറ്റ് സാധനം കണ്ടു. ഞാൻ കണ്ണും പൂട്ടിയെടുത്ു. അവൾ എൻ്റെ അടുത്ത് ചോദിച്ചു എന്തെങ്കിലും എടുക്കാൻ പ്ലാൻ ഉണ്ടായി. പിന്നെ ഞാനൊന്നും വാങ്ങത്തില്ല എന്നൊക്കെ പറഞ്ഞേ. ഇപ്പം ഞാനിങ്ങനെ തപ്പി വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ഉള്ള സാധനം കണ്ടു. അയ്യോ അയ്യോ. Yeah, you were looking. I was looking. Yeah. Chupa chips എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്. അങ്ങനെ ഞാനൊരു 3 പാക്കറ്റ് എടുത്തു ചുപ്പാ ചിപ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ ടേസ്റ്റ്. ഞാനിത് മാത്രമേ എടുക്കത്തുള്ളൂ, വേറെ ഒന്നും ഞാൻ എടുക്കത്തില്ല. സോ ഞങ്ങളിവിടെ ഇതിനിപ്പോൾ ബേബി സെഷൻ എന്താണെന്ന് ചോദിക്കണ്ട.
എൻ്റെ ലീഡ് ആക്ച്വലി പുള്ളിക്കാരത്തി മാരീഡാണ്, കുഞ്ഞുണ്ട്. അപ്പോൾ കുഞ്ഞിന് സാധനം വാങ്ങാൻ വേണ്ടി വന്നേക്കുക. കഴിഞ്ഞ വട്ടം ഞങ്ങൾ ഒമാൻ ഒരുമിച്ചായിരുന്നു ഫ്ലൈ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് കുഞ്ഞിനൊരു ടീത്തിങ് ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ കുഞ്ഞിന് ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇത്തവണ വന്നപ്പോഴത്തേക്കും ആളെന്നെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, മെഹന നമുക്ക് ഇങ്ങനെ കാരിഫോറിൽ പോയിട്ട് ഇത് വാങ്ങണമെന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ ആളത് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വെറുതെ കൂട്ടിന് നല്ല രസമല്ലേ. ഞങ്ങളിവിടെ സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഞാൻ ലിപ്സ്റ്റിക്ക് തിന്നാം. ഈ ചെരുപ്പ് എനിക്ക് കിട്ടി. ഇത് കഴിഞ്ഞ വട്ടം എൻ്റെ ഫാമിലിയിൽ തന്നെ അവിടെ ചെന്നപ്പോൾ ഒരു ഫാമിലിയിൽ തന്നെ ഉള്ള ഉമ്മച്ചിയുടെ സിസ്റ്ററിനെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ഇത്. അപ്പോൾ ഉമ്മച്ചിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഉമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞു കൊള്ളാമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ കറക്റ്റ് സാധനം എനിക്ക് കിട്ടി, ഈ കളറും തന്നെ കിട്ടി. അപ്പോൾ ഞാൻ ഉമ്മച്ചിക്ക് ഇതെടുത്തു. ചുപ്പാ ചിപ്സും ഇതും അധികമൊന്നുമില്ല, റേറ്റ് കുറവാണ്. വീട്ടിലൊക്കെ ഇട്ടെടുക്കാനൊക്കെ നല്ലതാണല്ലോ. ഞാനപ്പോൾ സാധനമൊക്കെ വാങ്ങിച്ച് പുറത്തിറങ്ങിയപ്പം ഇവിടെ കാരിഫോറിൽ ബില്ലിംഗ് ഏരിയയിലിരിക്കുന്ന പുള്ളിക്കാരൻ്റെ അടുത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ലെറ്റ്സ് ഗോ ആള് you told me na you need to go to some yeah let's go from there അപ്പം പുള്ളിക്കാരെ കണ്ടപ്പോൾ ഇവള് പറഞ്ഞു ഈ പുള്ളിക്കാരെ നാട്ടിൽ നിന്നാ, നമ്മുടെ കേരളത്തിൽ നിന്നാ നീ നോക്കി. ഞാൻ പറഞ്ഞാണോ? അപ്പോൾ ഇവള് നേരെ കയറി ചോദിച്ചു സോ വേർ ആർ യു ഫ്രം ആൻഡ് ഹീസ് ലൈക്ക് ആള് കേരളത്തിൽ നിന്നാണ്. അപ്പം ഞാൻ പറഞ്ഞേ കേരളത്തിൽ എവിടാ, കേരളം എവിടാന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ പറയാം ആലപ്പുഴയാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞേ ആലപ്പുഴ, ഞാനും ആലപ്പുഴയിൽ നിന്നാന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ എടുത്തുവാ ആ സൈഡിൽ നിന്ന്. അങ്ങനെ സാധനമൊക്കെ വാങ്ങി. ഞാൻ 2 റെഡ് ബുൾ വാങ്ങി. ഭയങ്കര എനർജി വീക്കാവുന്നു. അപ്പം 2 വാങ്ങി. ഒരെണ്ണം ഫ്ലൈറ്റിന് പോകുന്നതിന് മുന്നേ കുടിക്കാം, ഒന്ന് ഇപ്പം കുടിക്കാം. അതിന് വേണ്ടി വാങ്ങിയതാ. അങ്ങനെ ഞങ്ങൾ ഇവൾക്കൊരു ഷോപ്പിൽ പോകണം. മിനിസോടെ വേറെ ഒരു ടൈപ്പ്, വാട്ട് ഇസ് ഇറ്റ്, മുമൂസു. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കേൾക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗോ ദർ. എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം. എനിക്ക് പ്രത്യേകിച്ചൊന്നും ഇതുവരെ പർച്ചേസ് ചെയ്യാനൊന്നും പറ്റിയില്ല. സോ ലെറ്റ്സ് സീ. ഞാനിവിടെ ഇങ്ങനെ ഷീറ്റ് മാസ്ക് ഒക്കെ നോക്കുമായിരുന്നു. കൊള്ളാവുന്ന എന്തെങ്കിലുമൊക്കെ. ഇത് മിനിസോ പോലെ തന്നെ കേട്ടോ, സെയിം മിനിസോയുടെ ഒരു സെക്കൻഡ് വേർഷൻ എന്നൊക്കെ പറയത്തില്ലേ, അത് തന്നെയാണ് സംഭവം. സോ ഞാൻ ഇവിടുന്ന് സാധനമൊക്കെ വാങ്ങിച്ച് പുറത്തോട്ടിറങ്ങി. കൊള്ളാം, കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കിട്ടി എനിക്ക്. അപ്പം ഞാൻ അതൊക്കെ വാങ്ങിച്ചു. ഒന്നും വാങ്ങണ്ടെന്നൊക്കെ ഓർത്തിയാ, പക്ഷേ മനസ്സങ്ങോട്ട് സമ്മതിച്ചില്ല. ലൈറ്റ് ഇവിടുന്നാണോ, ഇവിടുന്നാണ് വരുന്നത്? വെളിച്ചമൊന്നും വരുന്നില്ല, കിട്ടുന്നില്ല കേട്ടോ. ഉള്ളതുപോലെയൊക്കെ ഞാൻ അങ്ങ് എടുക്കുക. അപ്പോൾ അവളെന്താ ബില്ല് പേ ചെയ്യാൻ തോന്നുന്നു. ഞങ്ങളുടെ ഒരുവിധം ഷോപ്പിംഗ് ഒക്കെ കഴിയാറായി. എൻ്റെ ഫോട്ടോസ് എടുക്കുന്ന മാത്രം ഇതുവരെ നടന്നില്ല. എൻ്റെ ഇഷ്ടത്തിന് ഫോട്ടോസ് മാത്രം എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ എടുക്കണം. അങ്ങനെ നിൽക്കുക. ഇനി എനിക്കൊരു ടോപ്പ് എടുത്താൽ കൊള്ളാമെന്നുണ്ട്. വല്ലതും നടന്നാൽ മതിയായിരുന്നു. ലെറ്റ്സ് സീ എല്ലാം കിട്ടുമെന്ന് നോക്കാം. എൻ്റെ ഹെഡ്സെറ്റിൻ്റെ ചാർജ് തീർന്നു. അപ്പോൾ എനിക്ക് പറയുന്നത് എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. സോ ഞാനിവിടെ ഡിഫെക്റ്റോ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. ഞാൻ അവിടെ വന്നു. എനിക്ക് എന്തെങ്കിലും ഒരു ഡ്രസ്സ് എടുക്കണമെന്നുണ്ട്. സോ ഐ ഹോപ്പ് ഐ വിൽ ഗെറ്റ് സംതിങ് ഗുഡ്. അവൾ വന്നില്ല, അവൾക്ക് കാല് വേദന എടുക്കുന്നു പറഞ്ഞ് അവൾ അവിടെ ഇരുന്നു. തൊട്ട് പുറത്ത് തന്നെയുണ്ട്. സോ ലെറ്റ്സ് സീ ഇഫ് ഐ ഗെറ്റ് സംതിങ് നൈസ്. ഞാൻ വാങ്ങും. ഇല്ലെങ്കിൽ കഴിഞ്ഞു ഷോപ്പിംഗ്. ഇത്രയേ ഉള്ളൂ. മോളൊക്കെ ഒന്ന് കാണാൻ പറ്റും, പക്ഷെ എനിക്ക് ഇവിടെ ഭയങ്കര റേറ്റ് ആട്ടോ കമ്പാരിറ്റീവ്ലി. കുവൈറ്റ് ഈസ് ലൈക്ക് ക്വൈറ്റ് എക്സ്പെൻസീവ്. നിങ്ങളോർക്കും ഞാനിവിടെ എന്താന്ന്. ഞാൻ ഇവിടെ ഫിറ്റിംഗ് റൂമിൽ വന്നേക്കോ. ജസ്റ്റ് 2 ഉടുപ്പ് എടുത്തിട്ടുണ്ട്. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇതിൻ്റെ 2 ഏതെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാനത് എടുക്കും. ഇത് ഒന്ന് ഈ ടീഷർട്ടാണ്. ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ പ്രിൻ്റ് ഉണ്ട്. ഇതാണ് ഒരു ടീഷർട്ട്. പിന്നെ ഉള്ളത് ഇതാണ്. ഇതിൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു മോഡലാണ്. ബട്ട് എനിക്കെന്തോ എവിടെയോ എന്തോ ഒന്ന് ശരിയാവാത്തൊരു ഫീൽ. സോ ഐ തിങ്ക് ഐ വിൽ ഗോ ഫോർ നേരത്തത് അല്ലേ, അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു.
You can just tap. അപ്പോൾ അവളവിടെ ഇരുന്നു, ഞാൻ പോയി എടുക്കാമെന്ന് ഓർത്തു. അങ്ങനെ ഇരിക്കുന്ന ഒരു മിനിറ്റ് ഞാൻ ഇവിടെ ഒന്ന് കയറിയിട്ട്, ഇത് മാംഗോയുടെ ഷോപ്പാണ്. ഞാനപ്പോൾ ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഒരു ബ്ലേസർ കണ്ടു. അപ്പോൾ ജസ്റ്റ് വോണ്ട് ടു സീ ഹൗ മച്ച് ഇസ് എ റേ ബ്രോ. മാംഗോ എഫക്റ്റ് 45 KD. എൻ്റെ പൊന്നെ, നാട്ടിൽ എത്ര രൂപയാണ് വരുന്നത്? 45 KD എന്ന് പറയുമ്പോൾ അയ്യോ, സോ എക്സ്പെൻസീവ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. ഞാൻ പോയി H&M പോയി ആ നേരത്തെ കണ്ട ലെപ്പേർഡ് പ്രിൻറ്റിൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോകുന്നു ഗൈസ്. സോ അതവിടെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബിക്കോസ് ഞാൻ അവിടെ ഒരെണ്ണമേ അത് കണ്ടുള്ളൂ. അത് ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്തായാലും നോക്കാം. ഇതാണ് സാധനം. ഭയങ്കര ക്ലാസി അല്ലേ? ഒരു ബ്ലാക്ക് ഹീൽസിൻ്റെ കൂടെ ഒക്കെ പെയർ ചെയ്താൽ നല്ലതാണ്. ഇനിയിപ്പോൾ പോരാത്തതിന് ഓഫറുണ്ട്. സോ ഐ തോട്ട് എടുക്കാം എന്നോർത്തു. സോ വി ആർ സക്സസ്ഫുള്ളി നമ്മൾ ഈ ടോപ്പ് എടുത്തേക്കാണ്. ഞാൻ അവളയിൽ സാധനങ്ങളൊക്കെ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ ഓർത്തു അവൾക്ക് അവിടെ ഇരിക്കണം. ഞങ്ങൾക്ക് 1 hour കൂടെ ഉണ്ട്. 4 മണിക്ക് ഷട്ടിലുണ്ടല്ലോ ഇവിടുന്ന് ഞങ്ങളുടെ ഹോട്ടലിലേക്ക്. വെറുതെ ക്യാബ് എടുത്ത് ടാക്സി എടുത്ത് പോകണ്ട. സോ 1 മണിക്കൂറത്തെ കാര്യമല്ലേ, അതും മോളാണ്. സോ എന്താണ് സമയം പോകുന്നത് അറിയത്തില്ല. അപ്പോൾ ഞാൻ ഓർത്തു ഇവിടെ നേരെ അവൾ ഇരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മാംഗോ. നമ്മൾ വീണ്ടും മാംഗോയിൽ കയറി. എന്തിനാന്ന് വെച്ചാൽ എന്നോട് ചോദിക്കരുത് എന്തിനാന്ന്, ബട്ട് ഞാൻ എന്നാലും കയറി. ഒന്നും വാങ്ങത്തില്ല ഞാൻ. ഒരു ഉടുപ്പ് പോലും ഞാനിവിടെ വാങ്ങും. നല്ല ബ്ലേസർ, വെറുതെ മനുഷ്യനെ വഴി തെറ്റിക്കാൻ. എന്ത് ക്ലാസിയാ. ട്രൗസേഴ്സിനാണ് 9. ആ കളർ കണ്ട, സോ ഗുഡ്. ഇതിൻ്റെ പ്രൈസ് നോക്കട്ടെ, അത് കാണുമ്പോൾ എനിക്ക് പറ്റാക്ക് വരും. കാണാം, ഇത്രയിടതൊന്നും ഇടാനായിട്ടില്ല, കുറച്ചും കൂടെ കഴിയട്ടെ. പക്ഷെ നല്ല രസമുണ്ട്. ട്രൗസേഴ്സിനൊക്കെ 9 ആണ് വരുന്നത്. ഇതിനൊക്കെ ട്രൗസർ പാൻസിനൊക്കെ 9 ആണ് വരുന്നത്. ഒരു ഇറ്റ്സ് നൈസ്, നല്ല രസമുണ്ട്. ഇപ്പോൾ ഈ ബ്ലേസറൊക്കെ തന്നെ കണ്ടോ, ഭയങ്കര ക്ലാസ്സിയാണ്. ഞാൻ നോക്കട്ടെ. H&M മറ്റേ മാംഗോയും ഒക്കെ കഴിഞ്ഞ് ഞാൻ ഇപ്പം എത്തിയേക്കുന്നത് സാറയിലാണ്. എന്തെടുക്കാനാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ഇങ്ങനെ നടക്കാം, നമുക്ക് കാണാമല്ലോ. കാണുന്നതിന് കൊള്ളാം. നോക്കട്ടെ. ഇവിടെ എനിക്ക് തോന്നുന്നു മാംഗോനെ പോലെ അത്ര എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് തോന്നിയില്ല കണ്ടിട്ട്. ബട്ട് സ്റ്റിൽ ലെറ്റ്സ് സീ. ഈ മാല ഉണ്ടോ, അടിപൊളി അല്ലേ? ഞാൻ ഇങ്ങനെ നടക്കുക. ഇഫ് ഐ ഗെറ്റ് സംതിങ് ഗുഡ് ഞാൻ എടുക്കും. അത് കണ്ടോ, അത് കൊള്ളാം അല്ലേ? ഇത് കണ്ടോ, ഞാനിപ്പോൾ നോക്കി വന്നപ്പോൾ കണ്ടതാ സാറയുടെ ഓഫറുണ്ട്. സോ എടുത്താലോ എന്ന് തോന്നുക. ലെറ്റ് മീ സീ. അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ ഈ ഒരു സ്കേർട്ടും ഈ ഒരു ടോപ്പും ആ ഒരു ലോങ് ടോപ്പല്ല ഡ്രസ്സാണ് എടുത്തേക്കുന്നത്. ഒന്ന് ട്രൈ നോക്കാം. ഒരു ഔട്ട്ഫിറ്റ് ഇതാണ്, നല്ല രസമുണ്ട്. പക്ഷേ ഇതെനിക്ക് കുറച്ച് ടൈറ്റാണ്. പക്ഷെ ഇത് മീഡിയമാണ് സൈസ്. ഇതിൻ്റെ ലാർജ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ബാക്കി 2 ട്രൈ നോക്കാം. പിന്നെ ഇതാണ്. ഇതിങ്ങനെ എനിക്ക് കെട്ടിയിട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ലൂസാക്കി ഇടാനാണ് കുറച്ചും കൂടെ നല്ലത്. പക്ഷേ ഈ യെല്ലോ ഇല്ലേ, അത് സ്കേർട്ടല്ല ഗൈസ്, ടോപ്പായിരുന്നു. ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് അത് മനസ്സിലായത്.
എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ആദ്യത്തേത് ഇഷ്ടപ്പെട്ടു, പക്ഷെ അത് ടൈറ്റാ. നോക്കാം, ലാർജ് ഉണ്ടെങ്കിൽ ഞാൻ എടുക്കും, ഇല്ലെങ്കിൽ ഞാൻ എടുക്കത്തില്ല. സോ ഞാൻ വിചാരിച്ച പോലെ തന്നെ ആ ഉടുപ്പിൻ്റെ ലാർജ് ഇല്ല. എന്ത് കഷ്ടമാണ്. മനസ്സിന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഇതായി വരുമ്പോൾ അത് കാണത്തില്ല. അല്ലേലും അങ്ങനെ. ഞാനപ്പം ആ ആഗ്രഹം അവിടെ ഉപേക്ഷിച്ചു. ഞാനപ്പോൾ ഇറങ്ങുക. ഇപ്പോൾ ഓൾറെഡി 3:30 ആയി. ഞാൻ പിന്നെ ഇവിടുന്ന് ഇറങ്ങി അവളെ കണ്ടുപിടിച്ച് അവിടെ വരെ എത്തുമ്പോൾ ടൈമാവും. അയ്യോ, ഇങ്ങനെ വന്നായിരുന്നില്ലേ? ഞാൻ ഏത് വഴിയാണ് വന്നതെന്ന് ഞാൻ മറന്നു. ഈ മോളിൻ്റെ പ്രശ്നം എന്നറിയോ, എല്ലാം ഒരേപോലെ ഇരിക്കും. അപ്പോൾ വിൽ ബി കൺഫ്യൂസ്, ലൈക്ക് ഏത് വഴിയാണ് വന്നത്, ഏത് വഴിയാണ് പോയെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. ഞാൻ ഈ ഉടുപ്പ് ഇട്ടിട്ട് എൻ്റെ മുടിയൊക്കെ പൊങ്ങി, ഞാൻ ഭയങ്കര ഹെയർ സ്റ്റൈലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. സോ യെസ്, ലെറ്റ്സ് സീ. അപ്പം ഞാൻ ആ ടീഷർട്ടിൽ ഞാനങ്ങ് സംതൃപ്തി അടഞ്ഞു. തൽക്കാലം അത് മാത്രം വാങ്ങാം, വേറൊന്നും ഞാൻ വാങ്ങുന്നില്ല. വെറുതെ വാങ്ങി. എനിക്ക് സത്യമായിട്ടും ആ ഫസ്റ്റ് ഞാൻ ഇട്ട് നോക്കിയ ബോഡി കോൺ ഡ്രസ്സിലേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു. അത് ഭയങ്കര ക്ലാസി ആയിരുന്നു. അതിൻ്റെ കയ്യും അതൊക്കെ കൊള്ളായിരുന്നു. പക്ഷെ അത് മീഡിയമേ ഉള്ളൂ. ഒരു ലാർജ് ഉണ്ടായിരുന്നു. എനിക്ക് കറക്റ്റായിരുന്നു, അത് എടുക്കായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, ഞാനൊന്നും വെച്ച് മറന്നിട്ടില്ലല്ലോ ഇവിടെ. സോ യെസ്, എനിക്ക് വഴിയൊന്നും തെറ്റിയില്ല. ഞാൻ കറക്റ്റായിട്ട് ആണ് പോകുന്നതെന്നാണ് എൻ്റെ പ്രതീക്ഷ. അവളവിടെ ഇരിപ്പുണ്ടെങ്കിൽ അത് തന്നെ കറക്റ്റാണ്. അവളവിടെ ഇരിപ്പില്ല, പക്ഷേ ആ കട കണ്ടു ഞാൻ. അവളിരുന്ന കട, ഒരു കടയുടെ പേരെന്തായിരുന്നു? ഞാൻ ആ ടീഷർട്ട് വാങ്ങിയ കടയുടെ പേരെന്തായിരുന്നു? ഡിഫാക്റ്റോ. അതിൻ്റെ ഫ്രണ്ടിലാണ് അവളിരിക്കുന്നത്. സോ ഇനിയിപ്പോൾ അവളെയും പിക്ക് ചെയ്തിട്ട് നേരെ ഇവിടെ പോകും. ആ ക്യാബ് വരുന്നത്, വാൻ വരുന്നത് വേറൊരിടത്താണ്, അവിടെ പോകും. അപ്പോൾ അത്രയേ ഉള്ളൂ. ലെറ്റ്സ് സീ. ഇനി വണ്ടി കയറിയിട്ട് കാണാം. ഓക്കെ, ഞാൻ ഈ ഷോപ്പിൽ കയറി. എനിക്കറിയത്തില്ല, അത് എനിക്കൊരു ഡയറി വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെറുക്കാൻ ഞാൻ വ്ളോഗ് ചെയ്തപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് വന്നിട്ട് ഇങ്ങനെ കാണിച്ചു. അപ്പോൾ എന്താണ്, എനിക്കൊരു ജേർണലൊരു ബുക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഗോൾസ് അതൊക്കെ ഇങ്ങനെ എഴുതി വെക്കാൻ വേണ്ടി എനിക്കൊരു ബുക്ക് വേണമായിരുന്നു. എൻ്റെ പൊന്നി പുറത്ത് ഇറങ്ങി ചൂട്. അപ്പം ഞാൻ അതും വാങ്ങി. അതിന് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു പെന്നും കിട്ടി. ഞാൻ അവിടെ റൂമിലെത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഷോപ്പിംഗ്. കുറച്ച് കാര്യമായിട്ട് തന്നെ നടന്നിട്ടുണ്ട്. എനിവേസ് എല്ലാം വേർത്തായിട്ട് എനിക്ക് തോന്നി വാങ്ങിച്ചതൊക്കെ കേട്ടോ. ഇനി ഞാനിതൊന്നും നാട്ടിലെ ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കിയില്ല. കാര്യം കൺവേർട്ട് ചെയ്ത് എനിക്ക് ടെൻഷനാവും. അപ്പോൾ ഓക്കെ, ഞാൻ വേഗം നടക്കട്ടെ. ഞാൻ ഈ ഫോണും കൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടല്ലോ, വെയിലും കൊണ്ട് ഞാൻ കരിഞ്ഞ് ഉണങ്ങിപ്പോവും എൻ്റെ പറ്റി. അപ്പോൾ ഇനി ഹോട്ടൽ റൂമിലെത്തിയിട്ടേ കാണത്തുള്ളായിരിക്കും. ബിക്കോസ് എൻ്റെ ഫോണിൽ ചാർജും ഇല്ല. അപ്പോൾ ഓക്കെ, ബൈ. ബസ് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് ഓൾറെഡി. സോ യെസ്, ഞങ്ങൾ റൂമിലെത്തിയിട്ട് നേരെ ഇവിടെ ക്രൂ ലോഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്. സോ ഞാൻ അവിടെ വന്നു. ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ, ഞാൻ ഇതിനു മുന്നേ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലോറിൽ ഇങ്ങനൊരു ഏരിയ ഉള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. സോ നൗ ഐ ആം ഹിയർ. കൊള്ളാം കേട്ടോ, പക്ഷെ അടിപൊളി സംഭവം. കാണിച്ചു തരാം. സി, ഇങ്ങനെ ഒരു ഗെയിമിങ് ഏരിയ ഒക്കെ ഉണ്ട്. ഇതിനകത്ത് എനിക്ക് മനസ്സിലായി. ഇനി ഇതിൻ്റെ അകത്ത് നിന്ന് ഗെയിം കളിക്കാനാണോ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ യെസ്, ഞങ്ങൾ ഇങ്ങനെ നിന്നപ്പോൾ ഞങ്ങളുടെ ക്യാപ്റ്റൻ അവിടെ ഇരിപ്പുണ്ട്. കുക്കീസ് ഇവിടെ ജാറിലിട്ടിങ്ങനെ വെച്ചിട്ടുണ്ട്. സി, ഇവിടെ ഇപ്പം 4:50 സോ യെസ്, ഞാനങ്ങനെ ഇവിടെ റൂമിലെത്തി. ഞാൻ ലാസ്റ്റ് കയറിയ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച സാധനം ഞാൻ എനിക്കിന്ന് ഇവിടുത്തെ വെട്ടമില്ലെന്ന് തോന്നുന്നു. ഞാൻ ലൈറ്റ് ഇടാം. ഓ, ഇനിയിപ്പോൾ ബാക്കിൽ നിന്ന് വെട്ടം അടിക്കുന്നു. നാട്ടാണ് കാണുന്ന. ഒരു മിനിറ്റ്, ഞാനൊന്ന് മാറിയിരിക്കട്ടെ. ഞാനിങ്ങനെ പിടിക്കേണ്ടി വരും, കാര്യം അല്ലാണ്ട് ലൈറ്റൊന്നും ശരിയാവുന്നില്ല. ജസ്റ്റ് റിമൂവ്.
അപ്പോഴത്തേക്കും ഞാൻ ലാസ്റ്റ് കയറിയ കടയിൽ നിന്ന് എന്താ വാങ്ങിച്ചത് ഞാൻ കാണിച്ചില്ലല്ലോ. ഇതായിരുന്നു ആ ഡയറി. എനിക്കൊരു ജേർണൽ പോലെ ഒരു ഡയറി വേണമെന്നുണ്ടായിരുന്നു. ലൈക്ക് എൻ്റെ ഗോൾസ്, ഇനി അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കണമെന്നുണ്ടായിരുന്നു. സോ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരെണ്ണം കിട്ടി. അങ്ങനെ അതിന് പറ്റിയൊരു പേനയും നല്ല രസമില്ലേ കാണാൻ, നോക്ക്. അങ്ങനെ അത് രണ്ടും വാങ്ങി. പിന്നെ ഞാൻ ആ കടയിൽ നിന്ന് വാങ്ങിച്ച ടോയ്ലറ്ററി, ഇങ്ങനെ എല്ലാം സെറ്റ്, ടോയ്ലറ്ററി ബാഗല്ലല്ലോ, ട്രാവൽ ബാഗില്ലേ, അതെല്ലാം ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാഗ് അടയ്ക്കാൻ പറ്റുന്നില്ല, സാധനം വാങ്ങിച്ചിട്ട് നോക്കി ഇങ്ങനെ പൊങ്ങിയിരിക്കുക. പിന്നെ ഞാൻ ചുപ്പാ ചിപ്സ് പൊട്ടിച്ചു, ഞാൻ കഴിച്ചു തുടങ്ങി. ഇനിയിപ്പോൾ എനിക്കൊന്ന് പോയി കുളിക്കണം, കിടക്കണം. ഇവിടുത്തെ ടൈം ഒരു 11:40 ആകുമ്പോൾ ഞങ്ങൾ ഇറങ്ങും. സോ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഈ ലോങ് വീഡിയോ എങ്ങനെയാവും, എന്താവും, കാര്യം ഇതിൻ്റെ അടുത്തുള്ള ഇടയ്ക്കുള്ള ഇതിലൊന്നും ഞാൻ എൻ്റെ വോയിസ് ഓവർ ആയിരിക്കും കൊടുക്കുന്നത്. വീഡിയോയുടെ അകത്ത് എനിക്ക് സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല, എൻ്റെ സിറ്റുവേഷൻ അതായിരുന്നു. സോ ഇതെൻ്റെ സെക്കൻഡ് ലോങ് വീഡിയോ ആണ്. സോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലേ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. സോ അത്രയേ ഉള്ളൂ. സോ നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ, ടിൽ ദെൻ സീ യു, ബൈ.